ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ യൂണിറ്റായ വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗമാണ്. ദിശകളെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നൊരു പാഠഭാഗമാണിത്. ഒരല്പം വലിയൊരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. ഈ ഓരോ പാഠഭാഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. ഇത് ദിശയെക്കുറിച്ചാണ് കൂടുതലും ഇതിൽ മനസ്സിലാക്കി തരുന്നത്. ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ദിശകളെക്കുറിച്ചൊന്ന് പഠിക്കാം. എന്താണ് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെൻ്റ് ഉണ്ടാകും. ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ വടക്ക് ഭാഗവും തെക്ക് ഭാഗവും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ദിശകളെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ഏതൊക്കെ ഡയറക്ഷനാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, ദിശകൾ എങ്ങനെ കണ്ടെത്തും, വടക്ക് ഭാഗം എങ്ങനെ തിരിച്ചറിയും, തെക്ക് ഭാഗം എങ്ങനെ തിരിച്ചറിയും, ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ദിശകളെക്കുറിച്ച് പഠിക്കാം. ദിശകളെക്കുറിച്ച് പഠിക്കുവാനായി ആദ്യം നമ്മൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് തുടങ്ങിയ ദിശകൾ മനസ്സിലാക്കണം. ഇതുപോലെ എഴുതിയിട്ട് ആരോ മാർക്ക് ഇവിടെ വരും. ഇതിൽ മുകൾ ഭാഗമാണ് നോർത്ത്. നോർത്ത് എന്ന് വെച്ചാൽ വടക്ക്. വടക്ക് ഭാഗമാണ് നോർത്ത് എന്ന് പറയുന്നത്. നേരെ താഴെയുള്ളത് ഓപ്പോസിറ്റ്, വടക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് സൗത്ത്. സൗത്ത് എന്ന് വെച്ചാൽ തെക്ക് ഭാഗം, തെക്ക്. ഇതാണ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. ഇതാണ് വരുന്നത്. നേരെ മുകൾ ഭാഗത്ത് വരുന്നതാണ് നോർത്ത് അഥവാ വടക്ക്. അതിന് നേരെ താഴെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്നത് സൗത്ത് അഥവാ തെക്ക്. ഇത് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക്. കിഴക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വെസ്റ്റ്, അതായത് പടിഞ്ഞാറ്. ഇനി നമുക്ക് ഈ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരാൾ നോക്കി നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരാൾ നോക്കി നിൽക്കുകയാണെങ്കിൽ അയാളുടെ വലത് കൈയുടെ ഭാഗം വരുന്ന ആ ഡയറക്ഷനാണ് വടക്ക് എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലതുഭാഗമാണ് വടക്ക്, ഇടതുഭാഗം തെക്ക്, പടിഞ്ഞാറ് നേരെ ഓപ്പോസിറ്റ് വരുന്നത് കിഴക്ക്. മനസ്സിലായോ? പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലതുഭാഗത്ത് വരുന്നതാണ് വടക്ക്, ഇടതുഭാഗത്ത് വരുന്നത് തെക്ക്. അയാൾ നോക്കി നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ് കിഴക്ക്. ഈ 4 ഡയറക്ഷൻസ് കൂടാതെ പിന്നെയുമുണ്ട്. അത് നമുക്ക് നോക്കാം. ഇങ്ങോട്ടും ഇങ്ങോട്ട്. ഈ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ഈ തെക്കിനും കിഴക്കിനും ഇടയിൽ കിടക്കുന്ന ഈ ഒരു ഡയറക്ഷനെയാണ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, അതായത് തെക്ക് കിഴക്ക് ഡയറക്ഷൻ. തെക്ക് കിഴക്ക് ദിശയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷൻ വരുന്നതാണ് തെക്ക് പടിഞ്ഞാറ് ദിശ, അതായത് സൗത്ത് വെസ്റ്റ് ദിശ എന്ന് പറയും. സൗത്ത് വെസ്റ്റ്, അതായത് തെക്ക് പടിഞ്ഞാറ് ദിശയാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനെ നമ്മൾ പറയുന്നത് വടക്ക് പടിഞ്ഞാറ് എന്നാണ് പറയുന്നത്. വടക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ, അതായത്
നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണിത്. അതായത് വടക്ക് പടിഞ്ഞാറ് ഡയറക്ഷനാണിത്. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനെ പറയുന്നതാണ് വടക്ക് കിഴക്ക് ഡയറക്ഷൻ. അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അഥവാ വടക്ക് കിഴക്ക് ഡയറക്ഷൻ. വടക്ക് കിഴക്ക് ഡയറക്ഷൻ. മനസ്സിലായോ? ഇനി ഇത് കൂടാതെയുണ്ട്, നമ്മൾ സാധാരണ പറയാറില്ലേ ഉത്തരേന്ത്യ, ദക്ഷിണേന്ത്യ എങ്ങനെയൊക്കെ. ഇതിൽ ഈ വടക്ക് ഭാഗത്തിന് പറയുന്നത് ഉത്തരഭാഗമെന്നാണ് വടക്ക് ഭാഗത്തിന് പറയുന്നത്. തെക്ക് ഭാഗത്തിന് പറയുന്നത് ദക്ഷിണ ഭാഗം. നമ്മൾ സാധാരണയായി പറയാറില്ലേ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നൊക്കെ പറയുന്നത്. ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നൊക്കെ പറയില്ലേ, അതാണിത്. വടക്ക് ഭാഗത്തിന് ഉത്തരഭാഗം എന്ന് പറയും, സൗത്ത് ഭാഗത്തിന് ദക്ഷിണ ഭാഗം എന്ന് പറയും. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തിന് പൂർവഘട്ടം എന്ന് പറയും. പൂർവഘട്ടമാണ് കിഴക്ക് ഭാഗം. നേരെ പടിഞ്ഞാറ് ഭാഗത്തിന് എന്താ പറയുക, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം എന്നാണ് പടിഞ്ഞാറ് ഭാഗത്തിന് പറയുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും മുകളിൽ വരുന്ന ആരോ മാർക്കിൻ്റെ മുകളിൽ വരുന്നതാണ് നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്. നേരെ താഴെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് സൗത്ത് എന്ന് പറഞ്ഞാൽ അത് തെക്ക്. ഇത് ഈസ്റ്റ് വെസ്റ്റ്. ഇനി നമുക്ക് വടക്ക് ഭാഗം കണ്ടുപിടിക്കാനായിട്ടൊരു സൂത്രമാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളുടെ വലതുഭാഗമാണ് വടക്ക്. അയാളുടെ വലതുഭാഗം വടക്കാകുമ്പോൾ ഇടതു ഭാഗത്ത് തെക്ക് വരും. നോക്കി നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണെങ്കിൽ, പടിഞ്ഞാറ് ഭാഗം എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ആളുടെ നേരെ പുറകുവശം ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ്, കിഴക്ക് ഭാഗമാണ്. അതുപോലെ തന്നെയാണ് പിന്നെ 4 ഉപദിശകളാണ് സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഇതിൽ വടക്ക് ഭാഗത്തിന് ഉത്തരഭാഗമെന്നും തെക്ക് ഭാഗത്തിന് ദക്ഷിണ ഭാഗമെന്നും ഈസ്റ്റിനെ പൂർവഘട്ടമെന്നും വെസ്റ്റ് പശ്ചിമഘട്ടമെന്നും പറയുന്നു. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് ദിശയെക്കുറിച്ചെല്ലാം മനസ്സിലായിട്ടുണ്ട്. ദിശ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ദിശകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗം കുറച്ചും കൂടി സിമ്പിളാകും, ഈസിയാകും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ദിശയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അടുത്ത പാഠഭാഗത്ത് നമുക്ക് ആ പാഠഭാഗം തുടങ്ങാം. ഓക്കെ, താങ്ക്സ്.